ചില യാത്രകളെ മനോഹരമാക്കുന്നത് സ്ഥലങ്ങളാണ്. അത്തരത്തിൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ട്രെയിൻ യാത്രയായിരുന്നു അത്. കോയമ്പത്തൂരിൽ ഒരു പരീക്ഷ കഴിഞ്ഞ ശേഷം കോഴിക്കോട്ടേക്ക് തിരിച്ചു വരുന്ന യാത്രക്കിടെ പകർത്തിയ ഒരു വീഡിയോ ആണിത്. തീർത്തും ആസ്വദിച്ചൊരു യാത്ര, പലതിനെയും ഓർമ്മപ്പെടുത്തിയൊരു യാത്ര. OV വിജയൻ സാറിൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തെ ഒറ്റ നിമിഷത്തിൽ മനസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവന്നൊരു യാത്ര. ദേവഗിരി കോളേജിൽ PG ക്ലാസ്സിൽ വെച്ച് ഈ നോവലിനെ പരിചയപ്പെടുത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ്റെ സ്വരം ഇപ്പോഴും എൻ്റെ കാതിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട്. അന്നൊരു സ്പെഷ്യൽ ക്ലാസ് വെച്ചായിരുന്നു ഈ നോവൽ എടുത്തത്. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് പഠിപ്പിക്കുന്ന ക്ലാസ്സിലായിരുന്നു ഞങ്ങൾ. ഈയിടയ്ക്ക് ഞങ്ങളുടെ ആ പ്രിയപ്പെട്ട അധ്യാപകൻ സർവീസിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു എന്നുകൂടി പറയട്ടെ. കരിമ്പനകളുടെ നാടായി അറിയപ്പെടുന്ന പാലക്കാട് എത്തിയപ്പോഴാണ് ഈ ഒരു വർണ്ണവിസ്മയത്തെ ഒപ്പിയെടുത്തത്. ജീവിതത്തിൽ ട്രെയിൻ യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടാനിടയാക്കിയത് ഈ നാടിൻ്റെ സൗന്ദര്യമാണ്. ജീവിതത്തിൻ്റെ അർത്ഥം, മനുഷ്യൻ്റെ പോരാട്ടം, മരണം, ജീവിതം എന്നീ മനുഷ്യാവസ്ഥകളിലൂടെ നമ്മെ കൊണ്ടുപോകുന്ന നാട്. കൽപ്പവൃക്ഷത്തിൻ്റെ തൊണ്ടുകളെ ഓർമ്മിപ്പിച്ചൊരു യാത്ര. അന്നത്തെ ദിവസത്തെ വേവലാതികളെ മാറ്റി എന്നെ പുതിയ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകാൻ പാലക്കാടിൻ്റെ നിഷ്കളങ്കമായ സൗന്ദര്യത്തിന് കഴിഞ്ഞിരുന്നു. പച്ചപ്പും കാറ്റും നിറഞ്ഞ പാടശേഖരങ്ങൾ നമുക്ക് കാണാം. പ്രകൃതിയിലേക്ക് ഞാൻ മടങ്ങട്ടെ. മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന കാറ്റിൻ്റെ ശബ്ദം അലയടിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകുന്ന നിമിഷം. മനോഹരമായ മലഞ്ചെരുവുകളും സുന്ദരമായ ഗ്രാമങ്ങളും ചേർന്നൊരിടം. പ്രകൃതിയുടെ നിസ്വാർത്ഥ സൗന്ദര്യം കാണാൻ കഴിയുന്ന നാട്. മനുഷ്യൻ്റെ സ്വാർത്ഥതയെ ഇല്ലാതാക്കുന്ന നിമിഷം. നീലാകാശത്തിൻ്റെ താഴ്വരയിൽ ചാഞ്ഞുറങ്ങുന്ന നെൽവയലുകൾ, കേരളത്തിൻ്റെ കലവറ. അങ്ങനെ അങ്ങനെ പോകുന്നു പാലക്കാടൻ പച്ചപ്പിൻ്റെ കവിത.